ഏലിയൻ പോലെ ഇരിക്കുന്നത്. ശരിയോ? അമേരിക്കൻ ദൈവം. അമേരിക്ക ദൈവനാ സുബ്രഹ്മണ്യൻ എന്നൊക്കെ പറഞ്ഞ പോലെ. ഉമിഷ് ഉത്സവം കണ്ട് നടക്കുക. ഉത്സവ സീസൺ അല്ലേ? ഇന്ദു വലിയ അനുമാമി അവനത്ര പുള്ളിക്കാരൻ ഇച്ചിരി ഓം കിടങ്ങൂരപ്പ വേലായുധ സ്വാമി, കിടങ്ങൂരപ്പ വേലായുധ സ്വാമി. ഇതിനകത്ത് ഇരിക്കുന്നില്ലല്ലോ കേട്ടോ. ഇടങ്ങോട്ട് ഇടടി അങ്ങോട്ട്. തിടമ്പെടുത്തോണ്ട് വന്നോ? തിടമ്പെടുത്തോണ്ട് വരുവാണോ? തിടമ്പ് വടക്കും ദേവരുടെ കിട്ടി എനിക്ക് കിട്ടി. അവർ തൂണിനിടയിൽ മറന്നു പോയി ചേട്ടാ. ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വ്ലോഗിൽ നമ്മൾ കാണിക്കുന്ന കിടങ്ങൂർ ക്ഷേത്രത്തിലെ ഒരു ഉത്സവമാണ്. പിന്നെ 8ാം ദിവസമാണ്. നല്ലൊരു അടിപൊളി ഉത്സവം കൂടെ ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയിലേക്ക് കിടക്കാം. തിടമ്പെടുക്കാൻ നിൽക്കുകയാണ്. ആനയുടെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. കണ്ണു പിടിക്കുന്നില്ല കേട്ടോ. കണ്ണു പിടിക്കണില്ല. ഒന്ന് നോക്കട്ടെ. ഉഷശ്രീ ശങ്കരൻകുട്ടി എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. ഉഷശ്രീ ശങ്കരൻകുട്ടിയാണ്. ശങ്കരൻകുട്ടിയാണ്. ശങ്കരൻ തമ്പിയല്ല, ശങ്കരൻകുട്ടിയാണ് നിൽക്കുന്നത് അല്ലേ? ഉഷശ്രീ ശങ്കരൻകുട്ടിയുടെ നീണ്ട കാത്തിരിപ്പ് പൂർണ്ണമാവുകയാണ്. അവന്റെ മസ്തകത്തിലേക്ക് ആ തിടമ്പെടുത്തേക്കാൻ തുടങ്ങണല്ലേ ഏട്ടാ? കാണത്തില്ലേ? എനിക്കറിയില്ല. അറിയാതെ ഞാൻ കമന്റേറ്ററായി മാറുകയാണ്. ഉത്സവങ്ങൾ കണ്ടിപ്പം ഉത്സവ കമന്റേറ്ററായി. അത് ഞാൻ എവിടെയാ അമ്മേന്റെ? അവിടെ ഉണ്ടോ? കാട്ടിലേക്കണ്ണനോട് ഗുമ്മ ഇപ്പൊ എവിടെ നോക്കിയാലും കാട്ടിലേക്കണ്ണന്മാരുടെ വികൃതി കളികളാ. അതെ, ഗുമ്മി ഉത്സവം കൂടി മടുക്ക. ചേട്ടന് ഭയങ്കര ധൈര്യാട്ടോ. ചേട്ടൻ എന്തായിട്ട് അത്ര അടുത്ത് വരുന്നേ? ഇവിടെ ദേവി തൊഴാനുണ്ട്. ശങ്കരൻകുട്ടി നടന്നു പോവുകയാണ്. പോയി ഇറങ്ങിയത്. ചേട്ടന് ചെറുപ്പത്തിൽ ഒരുപാട് ഓർമ്മകൾ വരുന്ന പോലെ. ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഉത്സവങ്ങൾ ഇപ്പൊ കാണുന്ന പോലെ അല്ലല്ലേ? കുറച്ചുകൂടെയൊക്കെ നമുക്കൊരു ഓടി നടക്കാനൊക്കെ കളിക്കാനും ഒക്കെ ഉള്ള സ്ഥലമായിട്ട് അമ്പലങ്ങൾ മാറും. അതെ അതെ. അവളുടെ കുഞ്ഞു ഫ്രണ്ടിനെ അവള് മറന്നിട്ടില്ല. അതെ അതെ, ഇതുവരെ മറന്നിട്ടില്ല.
തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പിടിച്ചു നിർത്താൻ പാടാം. ചേട്ടൻ സീറ്റ് കണ്ടെത്തി അവിടെ വിശ്രമിക്കുന്നു. അകത്തുത്സവവും ഉത്സവ കാഴ്ചകൾ പുറത്തുമാണെന്ന് നാടൻ ചേട്ടൻ നിപ്പുണ്ട്. അതെ അതെ, ചേട്ടന്റെ ഫേവറേറ്റ് സാധനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഒരു കുറ്റി ബീൻസ് മേടിച്ചാലോ? മേടിക്കണോ? ബീൻസ് കൃഷിയാണോ? ഉണ്ടാവുമായിരിക്കും. നമ്മുടെ നാട്ടില് ബീൻസ് ഒക്കെ ഉണ്ടാവോ? ഉണരൂ കർഷക ഉണരൂ. അടുത്ത ഏതാ നോക്കണേ? അമ്മ കുഞ്ഞിന് കിലുക്കം മേടിക്കണമെന്ന് പറഞ്ഞാണ് കടയിൽ നിൽക്കുന്നത്. കിലുക്കത്തിനോടൊരു ചേട്ടാ നമ്മുടെ കുട്ടിക്കാലം മനോഹരമാക്കിയിരുന്ന ഫോൺ. എനിക്കൊന്നും മേടിച്ചു തന്നിട്ടില്ലേ? ആണോ? എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് 2 പ്രാവശ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതേ ബാർബി, അവർ ബാർബിയെ പോലും മാറ്റിയിട്ടില്ല. എന്റെ കുട്ടിക്കാലം മനോഹരമാക്കിയ ഫോണാണത്. നിനക്ക് ചാന്തും പൊട്ടും മേടിച്ചു തരട്ടെ? ഏതാ? അതോ വേണ്ടമ്മേ, നമുക്ക് ഉണ്ടല്ലോ അവിടെ. എടുക്കല്ലേ? അതെ, ഒരു ഏലിയനെ ഞങ്ങൾ എടുക്കുവാണ്. ഇതിന് ഒറ്റ പിപിയൊക്കെ കേൾക്കും. വേണമെങ്കിൽ നമുക്ക് കിലുക്കമായിട്ട് ഉപയോഗിക്കാം. ഞാനൊന്ന് പിടിച്ചു നോക്കട്ടെ. ഇനി ടോർച്ചായിട്ട് രാത്രി ഉപയോഗിക്കണമെങ്കിൽ അതിന് കുഞ്ഞിനത് കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹമാണ്. നമ്മൾ ഒരെണ്ണം കൊടുക്കുകയാണ്. അമ്മ എന്നാ അമ്മ എടുക്കുന്നേ? എല്ലാവരും പുറകെ നടന്ന് എന്നെ കാണുന്നില്ല. അണ്ണാപ്പല്ല നോക്കിയാ അത് ഹെയർ ബാൻഡ്. അയ്യോ, ഗുമ്മിയുടെ ഏലിയൻ താഴ്പോയി. അത് കടിച്ചു പറ തിന്നുന്നോളൂ. ഇതൊക്കെ വല്ല ഉടുപ്പിടുമ്പോൾ പോരെ, നമുക്ക് വള വേണ്ടേ? നമ്മളെ കൊച്ചിന് വള വേണ്ട. ഞങ്ങൾ വള എന്ന സ്വപ്നം ഉപയോഗിച്ചിരിക്കുകയാണ്. അതെന്നാ ചേട്ടാ? വലിച്ചിടുന്ന സാധനം. അത് വലിച്ചു പൊട്ടിക്ക്. ശരിയാ. മുത്തുമാല വല്ലതും മേടിക്കുന്നുണ്ടോ? മുത്തുമാലയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് വായി തിന്ന് അതുപോലെ ആശുപത്രി പോയി അതിനും പൈസ ചിലവ്. സേഫ്റ്റി നോക്കുന്നതുകൊണ്ടല്ല, പൈസ പോവും. പൈസ മേടിക്കുമ്പോൾ ഞാൻ വലുത് മേടിച്ചേക്കാം. രസായനോ കരിങ്കറിക്ക് രസായനോ സാധനം 2 കിലോ മേടിക്കണം. 2 കിലോ കൂടെ മേടിക്കണം. നമുക്ക് കൊടുത്തു വിടാം ആർക്കെങ്കിലൊക്കെ. അതിന് ആ വലുതിന് എത്രയാ? ഇതിന് 850. ഇതിനെത്രയാ? 500 അല്ലേ? സാധാ കടല, തേണ്ടറി കടല. ആ നോർമൽ കടല മേടിച്ചാ പോരെ? ആ നോർമൽ കടല ഉണ്ടോ? പുതിയ മതി ചേട്ടാ. ചേട്ടാ ചൂടുള്ള മതി. ചൂടുള്ളത് നല്ല ചൂടാ. കടലപ്രേമി, കടലപ്രേമി, ആനപ്രേമി. ഞാൻ പറഞ്ഞില്ലേ
ഇതുകൂട്ടൊരു കളിപ്പാട്ടായിരുന്നു അവരുടെ ആഗ്രഹം. ഇത് കൂട്ടൊന്നും മേടിച്ച് കൊടുക്കരുതെന്നാ പറഞ്ഞത്. അതെയോ? കുഴപ്പമുണ്ടോ? കണ്ടാ പേടിയായില്ലേ? കുഴപ്പമുണ്ടോ? എന്റെ 100 രൂപ പോയില്ലേ? അതെ, ഇത് ചേട്ടാനും കൂടിയിരിക്കണല്ലേ? ഇതാ ഏലിയൻ പോലെ ഇരിക്കുന്നത്. ശരിയോ? ഇത് അമേരിക്കൻ ദൈവം. അതെയോ? അമേരിക്കൻ ദൈവനാ അതെയോ? സുബ്രഹ്മണ്യൻ എന്നൊക്കെ പറഞ്ഞ പോലെ. വേലകളി, വേല കണ്ടോ? അവൻ വേല കണ്ടോ? നിങ്ങൾ വേലകളിക്ക് പോകുന്ന കുട്ടികളാണോ? വേലകളി ഉണ്ടോ? എപ്പോഴാ എന്തോ വേലകളി ഇപ്പൊ ഫ്രണ്ടിലുണ്ടോ ഭഗവാന്റെ? ഓക്കേ, വേലകളിക്കുള്ള കുഞ്ഞു മക്കളാണ് ഇതെല്ലാം. ഇവിടെ തന്നെ ട്രെയിനിങ് ഉണ്ടോ? ഇവിടെ തന്നെ ട്രെയിനിങ് ഉണ്ടോ? അമ്പലത്തിന്റെ തന്നെ വേറെ ആയിട്ട്? ഓക്കെ, അത് എവിടെയാ അതിന്റെ സെന്റർ എവിടെയാ നിങ്ങളുടെ? നിങ്ങൾ ഏത് കരയെന്നാണ്? അല്ല, നിങ്ങളുടെ സ്ഥലം എവിടെയാ? നീ പഠിപ്പിക്കുന്നത് കിടങ്ങൂര് തന്നെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ചെയ്യുന്നത് അല്ലേ? ആ, ഓക്കെ. ആശാനാണോ പിള്ളേരുടെ ആശാൻ? എത്ര നാളായി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്? എല്ലാ പ്രാവശ്യവും ഈ കുഞ്ഞുങ്ങളിൽ തന്നെയാണോ വേലകളി നടത്തുന്നത് ഇവിടെ? ഓക്കെ ഓക്കെ, വർഷങ്ങളായിട്ട് ഇവിടെ നടത്തുന്ന പരിപാടി അല്ലേ? വർഷങ്ങളായിട്ട് ഇവിടെ നടത്തുന്നതാ അല്ലേ? ശരി, ഇപ്പൊ ചെയ്യാൻ പോവാണോ? ഓക്കെ, ഇപ്പൊ ചെയ്യാൻ പോവല്ലേ? ആ, എടുത്തിട്ടോ. നമ്മുടെ കുറെ ഓക്കെയാണോ? നടക്കു പോയിക്കടി. രാവിലെ വരാന്ന് പറഞ്ഞോണ്ടിരിക്കുക. അവനെന്ത്? കുറേയൊക്കെ മാറുന്നു. ിരിക്കുക വേലകളി നടക്കുന്നുണ്ടോ? അവനെ വാള വെച്ചുണ്ടല്ലോ പരിചയം. ആ, ഏലീനുമായിട്ട് അവർ കയ്യിരിക്കുന്ന സാധനം വെച്ച് തരും നിനക്കിട്ട്. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വേണം. ഉത്സവമൊക്കെ കൂടി ഉത്സവ മേളങ്ങളിലൊക്കെ ലയിച്ച് നടന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോവാണ്. അതെ, കണ്ണിമാങ്ങ മേടിച്ചു, ഭരണി മേടിച്ചു, പത്രങ്ങൾ മേടിച്ചു. അങ്ങനെ നമ്മുടെ പർച്ചേസിങ്ങും ഉത്സവ പർച്ചേസിങ്ങും കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്ന് നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.